ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ആക്ച്വലി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഓൺലൈൻ കൃപാസനം ഉടമ്പടി നമ്മൾക്ക് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഓൺലൈനിൽ നമ്മൾക്ക് ഉടമ്പടി എടുക്കാൻ ഒത്തിരി ഈസിയാണ്, ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. കുറേ അധികം നമ്മുടെ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന്. സോ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് ഓർത്തു. സോ നമ്മൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എല്ലാവർക്കും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. നമ്മുടെ നാട്ടിൽ അല്ലാതെ ജോലി ചെയ്യുന്ന, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വന്നെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ. സോ വല്ലപ്പോഴും ലീവിനൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് നാട്ടിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഓഫ് കോഴ്സ് നമ്മുടെ കൃപാസനത്തിന്റെ ഓൺലൈൻ ഉടമ്പടി വലിയൊരു ബെനിഫിറ്റ് ആണ് അല്ലേ. അങ്ങനെ ആ ഓൺലൈൻ ഉടമ്പടി എങ്ങനെ നമുക്ക് എടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ജസ്റ്റ് കാണാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗകര്യം പോലെ നമ്മുടെ ചാനൽ ഡബ്ല്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിയുന്ന പോലെ നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ തന്നെ നല്ല നിർദ്ദേശങ്ങളും നെഗറ്റീവ്സും ഒക്കെ അറിയിക്കുക. നമ്മൾ വളരുവാനൊക്കെ അത് വലിയ ഉപകാരപ്പെടും. ഓക്കെ, നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വാക്കുകളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഗിവ് ലൈക്ക് ആൻഡ് കമൻറ്റ്സ്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് മോസ്റ്റ്ലി നമ്മൾ 3 പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഓൺലൈൻ ഉടമ്പടി നടക്കുന്നത്. അതപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ ഭാഗം, നമ്മൾ ഗൂഗിളിൽ കൃപാസനം ഓൺലൈൻ ഉടമ്പടി രജിസ്ട്രേഷൻ എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓൺലൈൻ കൃപാസനം ഉടമ്പടി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം പേഴ്സണൽ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആണ്. അതുപോലെ നമ്മൾക്ക് കൊടുക്കേണ്ട 6 ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ 6 നിയോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും നമ്മുടെ പ്രേയേഴ്സ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മുടെ പ്രോസസ്സിങ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യണം നമ്മൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാമെന്ന് വെച്ചു. ഓക്കെ, ജസ്റ്റ് ഒരു നിമിഷം ഞാനൊന്ന് നോക്കിക്കോട്ടെ. അപ്പം നമ്മുടെ നെയിം അവിടെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെയിം ചോദിക്കുന്നുണ്ട്, ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അതുപോലെ ഫോൺ നമ്പർ, നിങ്ങളുടെ ലൊക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് ആദ്യമായിട്ട് വരുന്നത്. മെയിനായിട്ടും കേട്ടോ, പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യമായി വരുന്നത്. അതുപോലെ സ്ഥലം ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലം ചോദിക്കുന്നുണ്ട്. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കുക. അതിനുശേഷം ആ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾക്ക് 6 പ്രേയർ അല്ലേ, നമ്മുടെ നിയോഗങ്ങൾ 6 നിയോഗങ്ങൾ നമ്മൾ എടുക്കണം. സോ നമ്മുടെ ഇന്റൻഷൻസ്, എന്തെല്ലാം ഇന്റൻഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഉടമ്പടി എടുക്കുന്നത്, നമ്മൾ മറ്റേ ഉടമ്പടിയിൽ പറയുന്ന പോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ രജിസ്റ്റർ ഇന്റൻഷൻ 1 എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇന്റൻഷൻ 1 എഴുതാനുള്ള ബോക്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്റൻഷൻ എന്താണോ ആ രീതിയിൽ നമ്മൾക്ക് എഴുതാം. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് ഇന്റൻഷൻ 2 എന്ന് എഴുതിയിട്ട് നമ്മൾ ഇന്റൻഷൻ രണ്ടാമത്തെ നമ്മുടെ നിയോഗം എന്താണെന്ന് എഴുതുക. ഓക്കെ, രണ്ടാമത്തെ നിയോഗം എന്താണ്, മൂന്നാമത്തെ നിയോഗം എന്താണ്, നാലാമത്തെ നിയോഗം എന്താണ്, അഞ്ചാമത്തെ നിയോഗം, ആറാമത്തെ നിയോഗം. ഇങ്ങനെ ഓരോ ഇന്റൻഷനും നമ്മൾക്ക് ഓരോ സെക്ഷനുണ്ട്. ഒന്നാമത്തെ നമ്പർ കൊടുത്തിരിക്കുന്നു, അതിനുശേഷം ഇന്റൻഷൻസ് കൊടുത്തിരിക്കുന്നു, അതിനുശേഷം ആക്ഷൻസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതാം. നമ്മുടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് കീബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മംഗ്ലീഷ് കീബോർഡ് അങ്ങനെയുള്ള കീബോർഡുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് മലയാളത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു. അതിനുശേഷം ഈ കൃപാസനത്തിന്റെ രണ്ടാമത്തെ 6 പ്രേയർ ഇന്റൻഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ പ്രേയർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് നമ്മുടെ പ്രേയർ ഡൗൺലോഡ് ചെയ്തിട്ട് ആ പ്രേയർ വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലെ, നമ്മുടെ 5:30 നമ്മൾ പ്രാർത്ഥിക്കാനുള്ള നീലത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനുള്ളതും അതുപോലെ തന്നെ പച്ചത്തിരി കത്തിച്ച് വെച്ചിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ ആ പ്രാർത്ഥനകൾ നമ്മൾക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ തിരി സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് ആരെ കൊണ്ട് വരുത്തിക്കുകയോ ആണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ആ തിരിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് ധാരണയില്ല കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുശേഷം നമ്മുടെ ഓൺലൈനായിട്ട് എടുത്ത ഉടമ്പടി നമ്മൾ പ്രാവർത്തികമാക്കുവാണ്. അതിനുശേഷം നമ്മൾ ഓൺലൈൻ ഉടമ്പടി തുടങ്ങുന്ന രീതിയിലാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
6 നിയോഗങ്ങൾ നമ്മൾ ഓരോ ഇന്റൻഷനായിട്ട് നമ്മൾ 6 നിയോഗങ്ങൾ എഴുതിയതിന് ശേഷം അവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കണം. ആ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ അത് ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി സബ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എങ്ങനെയായാലും ഈ 6 നിയോഗങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞ സമയത്ത് 6 നിയോഗങ്ങൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ആ സബ്മിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ പ്രെയർ റിക്വസ്റ്റ് സബ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ. അതിനുശേഷം ലാസ്റ്റിൽ നിങ്ങൾക്കറിയാം 2 പ്രെയർ നമുക്കുള്ളത്. ആ പ്രെയറുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, മലയാളത്തിൽ നമുക്കുണ്ട്, പ്രഭാത പ്രാർത്ഥനയും ഉണ്ട്, അതുപോലെ തന്നെ വൈകിട്ട് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയും ഇതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് തന്നെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് എൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. കാരണം കുറേ ആൾക്കാർ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, മീൻസ് നമുക്ക് കോൺടാക്ട് ചെയ്യാനൊക്കെ ആയിട്ടേ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം. എൻ്റെ ഓൺലൈൻ നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ്, +353 877694964. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. എന്തെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനത് സെൻഡ് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഈ നമ്പർ ജസ്റ്റ് ഒന്ന് ക്രീപ്പ് ചെയ്യുക. ഒന്നുകൂടെ പറയാം, +353 877694964. And also you can write to me through my email, Justin Lewis 22881. Justin Lewis JUSTINLOUIS 2288611 or you can send augustinjustin@gmail.com. ഈ 2 ഇമെയിലിലേക്കും നമുക്ക് ഇമെയിലുകൾ അയക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നിരിക്കുന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വളരെ ചെറിയ കാര്യങ്ങളോട് നമ്മൾ ജസ്റ്റ് ഇന്റർനെറ്റിൽ നിന്ന് കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും എങ്ങനെ ചെയ്യേണ്ടത്. വളരെ ഈസി പ്രോസസ്സാണ് കേട്ടോ. അപ്പം പ്രത്യേകം ഓർക്കുക. താങ്ക് യു.